ഇനി അരുൺ അമർനാഥ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തിരക്ക് കൂടി വരുന്നുണ്ടോ? പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നുണ്ടോ? മോത്തി, നേരത്തെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്രമേണ വോട്ടർമാരുടെ നിര വർദ്ധിക്കുന്നതായി തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം MSP സ്കൂളിലാണ്. ഇവിടെ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ രാവിലെ തന്നെ നേതാക്കളൊക്കെ വോട്ട് ഉറപ്പാക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. ഒപ്പം തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് നേതൃത്വത്തിനും ഉൾപ്പെടെ തന്നെ ഉണ്ടാകുന്നത്. അത്തരത്തിൽ കൂട്ടിയും കഴിച്ചുമുള്ള കണക്കൂട്ടലൊക്കെ തന്നെയാണ് മുന്നണികൾ ഇത്രയും ദിവസത്തെ പ്രചാരണത്തിലുണ്ടായിരുന്നത്. ഇന്ന് പരമാവധി വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമം തന്നെയാണ് വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന്, നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പരമാവധി വോട്ടർമാർ എത്തുന്നുമുണ്ട്. എന്താ രാവിലെ തന്നെ നല്ലൊരു തിരക്ക് കാണുന്നുണ്ടോ അല്ലേ ബൂത്തിലൊക്കെ? ഞാൻ ഇത്ര തിരക്ക് പ്രതീക്ഷിച്ചില്ല. ഈ ഒരു നേരത്ത് കുറച്ച് ഫ്രീ ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പതിവിലും അധികമായിട്ട് തിരക്ക് കാണുന്നുണ്ട്. തിരക്കുണ്ടോ? തിരക്ക് ഇതപ്പോ വന്നുള്ളൂ, തിരക്കായിട്ട് തോന്നുന്നില്ല. സാധാരണ ഗതിയിൽ ഒരു വലിയ ക്യൂ ഉണ്ടാവാറില്ല അല്ലേ ഈ സമയത്ത്? അതെ, വോട്ടർമാരുടെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. പല ഘട്ടത്തിലും തുടക്കത്തിലൊക്കെ മന്ദഗതിയിലാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ രാവിലെ തന്നെ ഒരു ശരാശരി ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് പല ഇടങ്ങളിൽ നിന്നായി നമുക്ക് ചിത്രത്തിൽ നിലവിൽ വ്യക്തമാകുന്നത്. അത്തരത്തിൽ നേതാക്കൾ ഉൾപ്പെടെ വോട്ട് ചെയ്യാനെത്തുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. AP അനിൽകുമാർ ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് സ്റ്റേഷനിൽ മുന്നിലായി, പോളിംഗ് ബൂത്തിലായി എത്തിയിട്ടുമുണ്ട്.